അടുത്തത് മീനക്കൂറാണ്. പോരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. സൂര്യൻ ലഗ്നത്തിൽ അവർക്ക് സൂര്യനും ശനിയും ചൊവ്വയും 11-ാം തീയതി മുതൽക്ക് ബുധനും ഇത്രയും നക്ഷത്രങ്ങൾ, ഇത്രയും ഗ്രഹങ്ങൾ അവരുടെ ലഗ്നത്തിൽ വരികയാണ്. ഇവരുടെ പൊതുവേ തന്നെ ഈ കാലഘട്ടം അത്ര അനുകൂലമല്ല. എന്തെന്നാൽ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലം തന്നെയാണ്. അവർക്ക് ഉത്തരവാദിത്തത്തോടു കൂടി പല കാര്യങ്ങളും നിർവഹിക്കേണ്ട കാലം ആണ്. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, അത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് നിഷ്കർഷയോടെ ചെയ്യുകയും ചെയ്യുക. അഥവാ നിങ്ങളെ മറ്റുള്ളവർ, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോ നിങ്ങളെക്കാൾ ഉയർന്ന അവസ്ഥയിൽ ബോസ് മുതലായിട്ടുള്ള എംപ്ലോയീസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിത്തത്തിലോ ഗവേഷണത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ നിങ്ങളിലുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി അവരവർ ചെയ്തു വരുന്ന പ്രവൃത്തിക്ക് വേണ്ട ശ്രദ്ധ കൊടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില അപവാദങ്ങളോ അല്ലെങ്കിൽ അത് ചില വഴക്കുകളോ ഒക്കെ കേൾക്കാനോ ഒക്കെ സാധ്യത ഉണ്ട്.